എന്റെ അണ്ണാക്കിന്റെ ഇങ്ങനെ സാധനം ഉണ്ടെങ്കിൽ അവരെ ഞാൻ കേരളത്തിൽ പിടിച്ചു കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ്. അപ്പൊ അങ്ങനെ ഒരു പണിക്ക് പോകാൻ മിസ്റ്റർ ഖാസിമി കാലത്തിന്റെ കാവലാളായ കാരുണ്യത്തിന്റെ അത്താനിയായ ഖമറുൽ ഉലമയുടെ പടയോട്ടങ്ങൾക്ക് കാരിരുമ്പിന്റെ തടവറ തീർക്കാൻ ശ്രമിച്ച എത്രയെത്ര ശക്തികൾ അവരുടെ ആവനാടിയിലെ അവസാനത്തെ ശരമെടുത്തോ അദ്ദേഹത്തിനു നേരെ പ്രയോഗിച്ചിട്ടും ഖമറുൽ ഉലമയെ തകർക്കാനോ തളർത്താനോ ആർക്കും സാധിച്ചിട്ടില്ല. പിന്നെയാണോ മിസ്റ്റർ ഖാസിമി കൽപ്പിത കഥകളുടെ അമേദ്യം കലർത്തി ഖമറുൽ ഉലമയ്ക്കെതിരെ കൊഞ്ഞനം കുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നതോ? സമുദായ സേവന രംഗത്തും സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനും നേതൃത്വം നൽകുന്ന ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ട് അസ്വസ്ഥനായ മുത്തേടം തന്റെ സ്ഥാനമോഹത്തിനു വേണ്ടി ആ പണ്ഡിത തേജസ്വിയെ കുറിച്ചോ ആദർശം തുറന്നു പറയേണ്ട ഒരു വേദിയിൽ അശ്ലീലം ഛർദിച്ചോ അലങ്കോലപ്പെടുത്തുന്നതോ നിങ്ങളൊന്നുകൂടി കാണുക. സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിയൊക്കെ മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണ്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ ഏത് വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കുബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിച്ചില്ല. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കം വിപലിച്ചാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാണ്, അവർ നല്ലവരാണ്, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തഖീങ്ങൾ സാലിഹീങ്ങളാണ്. അത് നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്ക് അയാൾ അനുയായികൾക്ക് ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ നിന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും ആവും. അതെല്ലാരും മനസ്സിലാക്കണം, അതെല്ലാരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനായാലും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വയറു പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം എന്ന തസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കാം, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിച്ച കുറെ ആളുകൾ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പ് ഒരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർഷമാണ്, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയുള്ളത്, ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം, ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അല്ലാഹുവിന്റെ ദീന സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. തെസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായി ഉണ്ട് 2 ശുദ്ധിയാണ്. ഒന്ന് ലൈംഗിക ശുദ്ധി, ഒന്ന് സാമ്പത്തിക ശുദ്ധി. അതില്ലാത്ത മാദനത്തിൻ നബിയിൽ മുസ്തഫ നബി പറഞ്ഞു, അതൊക്കെ വാർത്താനാ, അതൊക്കെ വാക്കാ, തോന്നിയത് വിളിച്ചു പറയല്ല. മാദനത്തിൻ നബിയിൽ മുസ്തഫ നബി പറഞ്ഞത് അമ്പിയാക്കൾ വ്യഭിചരിച്ചില്ല എന്ന് മാത്രമല്ല, മാദനത്തിൻ നബിയിൽ ഒരു നബിയുടെ ഭാര്യ പോലും വ്യഭിചരിച്ചിട്ടില്ല.